എന്ത് എന്ത് വിദ്യാഭ്യാസം കഴിഞ്ഞത്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കാറ്ററിംഗ് കോഴ്സിന് ചേർന്നു. കാറ്ററിംഗ് കോഴ്സ് കാറ്ററിംഗ് കോഴ്സ് ഈ ബിസിനസ്സുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇത് പഠിക്കുവാൻ തന്നെയാണ്, ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് കോളേജ്. എത്ര നാള് അങ്ങനെ? ചെറിയ കോഴ്സ്. ചെറിയ കോഴ്സ് സംഭവം പിടികിട്ടുക നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലാണല്ലോ. 1 ഇയർ കോഴ്സ് ആയിരുന്നു. 1 ഇയർ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛൻ നോക്കി നടത്തുകയായിരുന്നു ബിയർ പാർലർ. അന്ന് ബിയർ പാർലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, അന്ന് പിന്നെ ഞങ്ങൾക്ക് പെർമിറ്റ് റൂം കിട്ടിയിരുന്നു. ഈ പെർമിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? പെർമിറ്റ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിയർ പാർലർ നമ്മൾ വെറും മൈൽഡ് ബിയറും മാത്രം സെയിൽ ചെയ്യാനുള്ള ഇതാണത് അലൗഡ് ഉള്ളൂ. ഈ മൈൽഡ് ബിയർ, സ്ട്രോങ് ബിയർ പോലും ബിയർ പാർലർ അലൗഡ് അല്ല. അപ്പോൾ ഈ പെർമിറ്റ് റൂം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ നമുക്ക് സ്ട്രോങ് ബിയറും മൈൽഡ് ബിയറും പിന്നെ എല്ലാ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് സെയിൽ ചെയ്യാം. എന്താണ് ഈ ഫോറിൻ ലിക്കേഴ്സിന് ഇന്ത്യൻ മെയ്ഡാണ് പക്ഷേ ഫോറിൻ ലിക്കർ എന്നാണ് പറയുന്നത്? എന്താണ് അതിന് കാരണം? അല്ല, ആക്ച്വലി നമ്മൾ ഈ വിസ്കി ബ്രാൻഡി ഐറ്റംസ് എല്ലാം ഫോറിൻ സാധനങ്ങളാണല്ലോ. കള്ള് അതൊക്കെയാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ ഇത് ഫോറിൻ സാധനങ്ങളാണ്. അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ്. അത് ഒരു നല്ലൊരു ഇത് തന്നെയാണ്. കാരണം അത് ഗവൺമെൻറ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിന് കൺട്രോൾ കിട്ടുന്നില്ല. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു സംഭവം ഉള്ളൊരു സംഭവം കൊണ്ട് അതിൽ പല മിസ്റ്റേക്കുകളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മദ്യദുരന്തങ്ങളും നമ്മൾ കണ്ടാണല്ലോ. ഇവിടെ വളരെ റെയറാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ബാറിൻ്റെയും ഓരോ വൈൻ ഷോപ്പിൻ്റെ ലൈസൻസും ഒക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളുടെയാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലെന്ന് പറഞ്ഞാൽ മുന്നേ എന്ന് പറയുമ്പോൾ ഒരു ഏരിയ മൊത്തം ഒരാളുടെ കീഴിലായിരുന്നു. അപ്പോൾ അവൻ അവിടെ എന്ത് കലക്കി കൊടുത്താലും അത് നമ്മൾ കുടിക്കണം. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. എന്ത് കലക്കി കൊടുത്താലും ജനങ്ങൾ കുടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോറി റോഡാണ്. ഇപ്പോൾ ഞങ്ങളുടെ മാഹിമിലുള്ള മോറി റോഡിലാണ് ഈ കട. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 3 ബാർ 3 വൈൻ ഷോപ്പാണ്. ഇവിടെ ഈ 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളുണ്ട് 3 ബാർ 3 വൈൻ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു നല്ല സാധനം കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത്രയും നല്ല സാധനങ്ങൾ നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഫുഡ്, നമ്മുടെ ലിക്കറെല്ലാം നല്ല സാധനങ്ങൾ കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ലേബൽ ഒട്ടിച്ച് കൊടുക്കാറുണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാത്തതുകൊണ്ട് നമുക്ക് അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നാലും ഗോവ അവിടെ നിന്നൊക്കെ വരുന്നുണ്ടെന്നാണ് പറയണത്. ഗോവ സൈഡിൽ നിന്നൊക്കെ, ദമാൻ ഗോവയിൽ നിന്നൊക്കെ അവിടെ ഈ ടാക്സ് ഡിഫറെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിലവർ ലോട്ടായിട്ട് ഇവിടെ ഇറക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ചിലർ ഈ പിന്നെ ഈ ഇതിന്റെ ബ്രാൻഡ് നെയിം ഇല്ലേ, അത് തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഈ ഇതില്ലാതെ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ വളരെ നല്ല ലിക്കർ കൊടുത്ത് പിടിച്ചു നിൽക്കുക അല്ലേ. ഇപ്പോൾ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, ഞങ്ങൾ ഈ പുന്നൂർകുളം പഞ്ചായത്തിൽ ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ ഇവിടെ ഒരു ബാർ വന്നത്, ദേവാസുരം എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്കറെല്ലാം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കുന്നോളം പോകണം, അല്ലെങ്കിൽ ചങ്ങരംകുളം, അല്ലെങ്കിൽ പിന്നെ ചാവക്കാട്. ഇത്രയും ഏരിയയിലൊന്നും ഒരു ബാറില്ല. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ വലിയ കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ലിക്കറും ഒരു സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. ഇപ്പോൾ നാട്ടിലെ ബീറും ഇവിടുത്തെ ബീറും കഴിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ഉണ്ട്. അല്ല, പൊതുവെ ബിയറിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അതുണ്ടാവും. എന്നാലും ക്വാളിറ്റിയിൽ എനിക്ക് വളരെ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഏത് അത് മെയിനായിട്ട് വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇപ്പോൾ നമ്മൾ മെക്ഡോൾ പോലുള്ള കമ്പനികളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലാണ് ഫസ്റ്റിൽ ഇത് വരിക. അതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്.
ഈ ഓരോ ബ്രാൻഡും ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ പല പല ബ്രാൻഡുകളുണ്ടായിരിക്കാം. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ സുൽത്താനിയ, ക്യാൻഡി വൈൻസ്, അതുപോലെ ഗോൾഡൻ ലിക്കേഴ്സ്, മഹാരാഷ്ട്ര ബിവറേജ് ആൻഡ് ബിയർ ആൻഡ് വൈൻസ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുറേ ബ്രാൻഡുകളുണ്ടായിരിക്കും. അത് ഒരു കമ്പനികൾ തന്നെ അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത്ര ഈ ബ്രാൻഡ് ഇന്ന കമ്പനികൾക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ 3 ബാറുകൾ ഇവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. അവർ മലയാളികളാണോ? മറ്റൊരു രണ്ടുപേരും അല്ല, മലയാളീസ് അല്ല, മലയാളിയായിട്ട് ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ് അവരോടൊപ്പം അല്ലേ? അവർ മഹാരാഷ്ട്രക്കാരാണ്. മഹാരാഷ്ട്ര. ആണല്ലേ? പിന്നെ ഒരു വൈൻ ഷോപ്പൊക്കെ, പിന്നെ ഒരു സിന്ധി, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പിന്നെ അതിനകത്തുണ്ട്. അവർ പിന്നെ ഉടക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. ഇല്ല. ഇവിടെ ഈ സാധാരണ ഈ ബാറിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഗുണ്ടായുസവും സാധാരണ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ആണ് നമ്മുടെ നാട്ടിലും ഒക്കെ. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അത് ഈ ലേഡീസ് ബാറിലൊക്കെ അങ്ങനെ കുറച്ചൊരു ഉണ്ടായിസൊക്കെ വേണം. ലേഡീസ് ബാറിലാണ് പ്രശ്നം. ലേഡീസാണ് പ്രശ്നം കൂടുതൽ. അല്ല, ലേഡീസ് ബാറിന് ലേഡീസ് സർവീസുള്ള ഡാൻസ് ബാറുകൾ, അങ്ങനെ ലേഡീസ് ബാറുകൾ. പക്ഷെ ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈ ഡാൻസ് എല്ലാം നിർത്തി. അതിപ്പോൾ ഒരു 2-3 വർഷമായി ഇപ്പോൾ ഡാൻസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഓർക്കസ്ട്ര ഉണ്ട്, ബാറിൻ്റെ ഉള്ള ഓർക്കസ്ട്ര ഉണ്ട്, ഗാനമേള. ഡാൻസ് നിർത്താൻ കാരണം? ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഷെട്ടിമാരുടെ ഇവിടുത്തെ പൊതുവെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 95% ഹോട്ടൽസും ബാറും ഹോട്ടലൊക്കെ ഷെട്ടിമാരുടെ കയ്യിലാണ്. ഷെട്ടിമാർ തന്നെ കർണാടകത്തിൽ നിന്നുള്ള ഷെട്ടിമാരുടെ കയ്യിലാണ്. അപ്പോൾ ഈ ലേഡീസ് ബാറും അതുപോലെ ഈ ഡാൻസ് ബാറും മാക്സിമം ഇവരുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ പല വഴിവിട്ട കാര്യങ്ങളൊക്കെ നടക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളും പല റെയ്ഡുകളും കാര്യങ്ങളൊക്കെ നടന്നു. അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ഗവൺമെൻറ് അത് നിർത്തലാക്കുകയായിരുന്നു ഡാൻസിനോട്. ഓരോ ബാറും നമ്മൾക്ക് അങ്ങനെ റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് 100-150 ലേഡീസിനൊക്കെ പിടിക്കുക, പിന്നെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ. അവിടെ പിന്നെ ഈ ഇങ്ങനെ ഡാൻസിനോട് കൂടിയിട്ട് നോട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നോട്ട് മാല, അതിനോട്. അപ്പോൾ അതിനോട് കൂടുമ്പോൾ ഓരോ ബാറിൽ നിന്നൊക്കെ അങ്ങനെ കണ്ടമാനം ലേഡീസിനൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്യും, പിടിക്കുകയും ചെയ്ത് അതിനോട് അനുബന്ധപ്പെട്ട് പിന്നെ മലയാളികളൊക്കെ വളരെ കുറവാണ്. കൂടുതൽ ഈ നോർത്ത് നിന്നുള്ളതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ബംഗാളികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിലത്തെയൊക്കെ ഫ്രണ്ട്സ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നത് അവർക്ക് കാണാനൊരു കരം. പിന്നെ ഗവൺമെൻറ് നിർത്തിയതാണ് മൊത്തം. ഗവൺമെൻറ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്